നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റുന്നത്? മെയിൻലി ജോബ് സെക്ടറിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ആശയങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിലൂടെ നല്ല നല്ല റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ ഏകദേശം 1 വർഷത്തോളം കേരളത്തിലുള്ള എല്ലാ നല്ല വേക്കൻസി അപ്ഡേറ്റുകൾ, ഡിജിറ്റൽ ട്രെയിനിങ്ങും CV കറക്ഷനോടുകൂടി നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സ്മാർട്ട് മൂവ്സിന് പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ മോസ്റ്റ്ലി റിലേറ്റഡ് വിത്ത് ജോബ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ജോലികളെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മാർട്ട് മൂവ്സ് നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷനും റിഗാർഡിംഗ് ദാറ്റ്, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും അധികം എക്സൽ ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് സംസാരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമന്റ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ലൈവ് ആക്കുക. ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാരിറ്റി. അപ്പോൾ അതിന്റെ പോയിന്റ് ഇങ്ങനെയാണ്: നോ വേർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വാട്ട് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് നിങ്ങൾ എവിടെയാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നതാണ് ഫസ്റ്റ് ആസ്പെക്ട്. അതായത് പല സാഹചര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ പറയുന്ന കാര്യത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ചും അതുപോലെ തന്നെ ആരോടാണ് സംസാരിക്കുന്നതിനനുസരിച്ച് അതിന്റെ ടോണിലും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ വീട്ടിലൊരു കാര്യം പറയുന്നത് പോലെ ആയിരിക്കില്ല ഓഫീസിൽ അതേ കാര്യം അവതരിപ്പിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല നമ്മൾ പുറത്ത് പോയി സംസാരിക്കുമ്പോൾ. ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് കാര്യം അതായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് എ കൊലാബറേഷൻ സ്കിൽ എന്നുള്ളതാണ്. അതായത് നമുക്കൊരു കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു ആശയത്തിന് മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടോക്സുകൾ വരണം. അതായത് ഒരു ആശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്കറിയുന്നതായിരിക്കാം, പക്ഷെ അത് കൊളാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് കൂടി വ്യക്തമാകുന്ന രീതിയിലേക്ക് ആശയത്തിനെ അവതരിപ്പിക്കുന്നതാണ് കൊളാബറേഷൻ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് ഫോഴ്സ് ടു ഫോഴ്സ് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളിൽ വളരെയധികം ആശയങ്ങൾ വ്യക്തത കൊടുക്കേണ്ട ചില പോയിന്റ്, അതാണ് ഫോഴ്സ് ചെയ്ത് പറയേണ്ടത്. ഒരു ഫുള്ളായിട്ടുള്ള ഒരു ആസ്പെക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് 1-2 തവണ പറയുകയോ അല്ലെങ്കിൽ ആ വാക്കിന് കുറച്ചുകൂടി സ്ട്രെസ് കൊടുത്ത് പറയുക എന്നതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഈ സ്പീക്ക് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, അതിന്റെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ചിലപ്പോൾ 1-to-1 ആയിട്ട് സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 3-4 പേരായിരിക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു വലിയൊരു ക്രൗഡിലേക്കുള്ള സംസാരിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റലി വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഓൺലൈൻ വഴി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എത്രക്കാരാണ് എന്നുള്ളത് ബിഹൈൻഡ് ദ മൈൻഡ് നമ്മൾ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സലൻസി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 3-4 ടിപ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ലൈഫിലേക്ക് എടുത്ത് നോക്കൂ. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ ഒരു ഹ്യൂജ് എമൗണ്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് 1 വർഷത്തോളം കേരളത്തിലെ എല്ലാ നല്ല റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിൽ നിന്നുള്ള വേക്കൻസികൾ അറിയുവാനും വളരെ പെട്ടെന്ന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പ്ലേസ്ഡ് ആവാനും സ്മാർട്ട് മൂവ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ CV-കൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ച ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള കമന്റ് സെക്ഷൻ ഒന്ന് ലൈവ് ആക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.